കുറച്ച് ദിവസമായല്ലേ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ റൂട്ടീൻ കാര്യങ്ങളൊക്കെ മുറ പോലെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഋതുവിന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നഴ്സറി കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അതും കൂടെ ആഡ് ചെയ്തത് വീട്ടിലാരുമില്ല കേട്ടോ, ഞാൻ ഋതു മാത്രമേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് വീഡിയോ, ക്യാമറ വീഡിയോ എല്ലാം കൂടെ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കേട്ടോ ഇതിൽ. എന്നിട്ട് ഋതുവിനെ കൊണ്ട് വന്ന ശേഷമാണ് അടുത്തത് എടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. പക്ഷേ അന്ന് മീനൊന്നും കിട്ടിയില്ല. വീട്ടിലാരും ഇല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റഡാണ്. അങ്ങനെ ഞാനും നാത്തൂനൊക്കെ വീട്ടിലുള്ളൂ. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ള ഫുഡ് മാത്രം തയ്യാറാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ പരിപ്പ് കറിയാണ്. പരിപ്പ് കറിയും പിന്നെ കുറച്ച് മരച്ചിനിയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ തയ്യാറാക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പരിപ്പ് കറി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴിവുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത് മരച്ചിനിയാണ് അരിയാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയില്ല. മരച്ചിനി നമ്മുടെ ട്രിവാൻഡ്രത്ത് മരച്ചിനി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് ചീനി അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ നാത്തൂന് ഹോസ്പിറ്റലിൽ പോകും, പിന്നെ വൈകിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ ഞാനുള്ള ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് തീർത്ത് വയ്ക്കും, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റിംഗ്, പ്രോസസ്സിങ്. അപ്പോൾ ഋതു ഏതായാലും 3:15 3:30 വരും, 3:15 വരും. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ എല്ലാം പ്രോസസ്സും ഇങ്ങനെ റൂട്ടീൻ പോലെ പോവുകയാണ്. 2-3 ദിവസത്തേക്കേ ഉള്ളൂ. ഏതായാലും 3 ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ച് വരുന്നതാണ്. അപ്പോൾ അതുവരെയുള്ളൊരു മാനേജ് ചെയ്യാനുള്ളൊരു ഇതാണ്. മറ്റത് അമ്മയും കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നും പ്രത്യേകത അറിയില്ല. ഇത് നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരുന്ന ഒരിതാണ്. പിന്നെ ഞാൻ അടുത്ത് കറിക്കുള്ളത് നോക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചിക്കൻ വെക്കാനുള്ള പ്രോസസ്സ്. അതിൻ്റെ ഇടയിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചിക്കൻ വെക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ സ്പെഷ്യലി ഐറ്റംസ് ചിക്കൻ, ബീഫ്, മട്ടൺ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് അമ്മയാണ് വെക്കുന്നത്. അപ്പോൾ അമ്മ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് വരാൻ വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈല് വേറെ രീതിയായിരിക്കും, എൻ്റെ സ്റ്റൈല് വേറെ രീതിയായിരിക്കും. ആർക്കും ഒന്നും തോന്നരുത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇഞ്ചി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒന്ന് വഴണ്ട് ഇങ്ങനെ ഒരു പകുതി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാനിങ്ങനെ പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോയി. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. ഞാൻ എന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കുമോ അന്നെല്ലാം കറണ്ട് പോകും. ഈ മണത്ത് അറിയുന്ന പോലെ ഈ ഇങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെയാണ് കറണ്ട്. ഞാൻ എന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കും അന്ന് ഇത് പോയിരിക്കും, അത് ഷുവറാണ്. ഒന്ന് ഞാനും അമ്മയും കൂടെ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ വെട്ടക്കുറവുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ലൈറ്റും പിടിച്ചിട്ട് ഒരു കയ്യിൽ കുക്കിംഗ് ഞാൻ നോക്കി ട്രൈ ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മരച്ചിനിയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഓരോന്ന് കാണിച്ചു തരുന്നത് കേട്ടോ, കാരണം എനിക്ക് പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഉള്ളി, ഉപ്പ്, പിന്നെ മുളക്, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഞാൻ ഈ ചിക്കൻ പീസില്ലേ അത് ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി ഇങ്ങനെ വരും കേട്ടോ. അത് കഴിഞ്ഞാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ എണ്ണയിൽ കുറച്ച് മൂപ്പിച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെയാണ് എൻ്റെ ചിക്കൻ കറി. അപ്പോൾ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ടോ, ലൈറ്റ് കത്തിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത് വെട്ടമില്ലാത്തതുകൊണ്ട് കണ്ടുകൂടാ. ഞാനിത് മുളകൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കറണ്ട് വന്നപ്പോൾ എൻ്റെ ചിക്കൻ കറിയുടെ രൂപം ഇതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാതെ ചിക്കൻ കുറച്ചേ ഉള്ളൂ, അപ്പോൾ വെള്ളമെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വയ്ക്കാൻ പോകുന്നത് പായസമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ദിവസം മുൻപ് വാങ്ങിച്ച് വെച്ച പായസമാണ്. അപ്പോൾ ഇതുവരെയായിട്ട് വെച്ചിട്ടില്ല.
അപ്പോൾ റിതു ഇന്ന് ഈ പായസ മിക്സ് കണ്ടായിരുന്നു. ഞാൻ റിതുവിന് രാവിലെ മറ്റേ ഇതില്ലേ അടുക്കളേൻ്റെ അവിടെ നിർത്തിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അവൾ ഈ സാധനം കണ്ടു. അങ്ങനെ അവൾ പറഞ്ഞു ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല ഈ പായസം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മിക്സ് ആണല്ലോ, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്നും അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞാൻ പാല് തിളപ്പിച്ചിട്ട് ആ മിക്സ് അതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുകയാണ്. പിന്നെ അഡീഷണൽ ഞാൻ നെയ്യ് നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാൽ മാത്രം നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഞാൻ റിതുവിന് കൊടുത്തു. പിന്നെ അപ്പച്ചി അവിടെ എല്ലാവർക്കും കൂടെ കൊടുത്തിട്ടോ. അല്ലാതെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, രണ്ടുപേരല്ല, ഞാനും നാത്തൂനും റിതുവേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തീരാൻ ഒരു ചാൻസും ഇല്ല, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്, പാലൊക്കെ തൂവിക്കളയാൻ. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ചെറിയൊരു തീയിലിട്ടിട്ട് ഞാൻ ഹോളും കാര്യങ്ങളൊക്കെ റൂമൊക്കെ ഒന്ന് തൂക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകി വന്ന ശേഷമുള്ള ഇതാണ് പായസം. ഏറ്റവും എളുപ്പം ഈ മിക്സ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വരെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ മുറ്റത്തൊക്കെ കുറച്ച് ചവറായിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അതും കൂടെ തൂത്തിട്ടു. അപ്പോൾ ഉച്ചയ്ക്ക് തൂത്തിട്ടാൽ പിന്നെ വൈകിട്ട് തൂക്കേണ്ട ആവശ്യമില്ല, അപ്പോഴത്തേക്കും വലിയ ചവറാകത്തില്ല. പിന്നെ ഋതുവും കൂടെ ഉള്ളതുകൊണ്ട് തൂക്കാൻ പറ്റത്തില്ല. അവളാണെങ്കിൽ സമ്മതിക്കത്തില്ല, ഒന്നേ ഫ്രണ്ടിൽ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവളും കൂടെ വന്നാൽ ഇങ്ങനെ ബാക്ക് സൈഡ് തൂക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് തന്നെ തൂത്തിടുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ലൈവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, വീഡിയോ എഡിറ്റിംഗ് പ്രോസസ്സ് എല്ലാം ചെയ്യാൻ പറ്റും ആ സമയം കൊണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം എത്ര പെട്ടെന്ന് ജോലി എളുപ്പത്തിൽ തീർക്കാൻ പറ്റുമോ അത്രയും എളുപ്പത്തിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഇല്ല, കുറച്ചൊക്കെ ഉള്ളൂ. നമ്മുടെ റംബൂട്ടാൻ, പിന്നെ ജാമ്പയ്ക്ക, അല്ലാതെ ആലുവര, ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അതിനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.